കൊച്ചിയിൽ തൃക്കാക്കരയിൽ നടുറോഡിൽ യുവാക്കൾ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. നാട്ടുകാരും കാറിലെത്തിയ സംഘവുമാണ് ഏറ്റുമുട്ടിയത്. പുലർച്ചെയോടെയായിരുന്നു സംഭവം. ജിജീഷ് കരുണാകരൻ വിശദാംശങ്ങൾ നൽകും. ജിജീഷ്, ഈ കൊച്ചി നഗരത്തിൽ ഇപ്പോൾ തുടർച്ചയായി ഇത്തരം സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്താണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സംഭവത്തിന്റെ അടിസ്ഥാനം എന്താണ്? പോലീസ് എന്തെങ്കിലും കേസെടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ ഈ സംഭവത്തിൽ? ഗൗതം പറഞ്ഞതുപോലെ കൊച്ചി ഈ ലഹരി മാഫിയയുടെയും ലഹരി സംഘങ്ങളുടെയും എല്ലാം കേന്ദ്രമായതോടുകൂടി ഇത്തരം സംഘർഷങ്ങളും ഏതു സമയത്തും പകലും രാത്രിയും എല്ലാമുള്ള നടുറോഡിലെ ഏറ്റുമുട്ടലും എല്ലാം തുടർക്കഥകളാണ്. ഈ ഒരു സംഭവം നടക്കുന്നത് കാക്കനാടാണ്. തൃക്കാക്കര NGO ക്വാർട്ടേഴ്സ് ജംഗ്ഷനിലാണ്. ഇന്ന് പുലർച്ചെ 2 മണിക്ക് നാട്ടുകാരായ 3 പേർ അവിടെ നടന്നു പോകുമ്പോൾ ഈ ഒരു സംഘം അതുവഴി കാറിൽ എത്തുകയും അവരുമായി തർക്കമുണ്ടാക്കുകയും എത്തുകയും പിന്നീട് അത് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു. അതിനുശേഷമാണ് ഈ ആളുകളെ മർദ്ദിച്ച ശേഷം നമ്മൾ ഈ പറഞ്ഞ 3 പേരെ വഴക്കാല സ്വദേശികളായ ഷാഫി, നിസാം, അച്ചു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഈ 3 പേരെ മർദ്ദിച്ച ശേഷം കാറിലെത്തിയ സംഘം കടന്നു കളഞ്ഞത്. അപ്പോൾ തന്നെ ഇവർ പിന്തുടരാനെല്ലാം തന്നെ ശ്രമിച്ചിരുന്നു, എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പോലീസ് ഈ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഉള്ളത്. ഈ വാഹനം കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണം. 3 പേരും പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ ഇപ്പോൾ തുടരുകയാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ചെത്തിയ സംഘമാണോ എന്നതടക്കം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ആ ലഹരി ഉപയോഗിച്ച് വന്ന് ഉണ്ടാക്കിയ സംഘർഷമാണോ എന്നത് പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ അത് നഗരപ്രദേശങ്ങളിലാണെങ്കിലും പ്രാന്തപ്രദേശങ്ങളിലാണെങ്കിലും എല്ലാം തന്നെ ഈ യുവാക്കളുടെ സംഘങ്ങൾ പല ഘട്ടങ്ങളിലായി ഏറ്റുമുട്ടുന്നു. പലതും നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ, വളരെ ചെറിയ കാര്യങ്ങളുടെ പേരിലാണ് വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നതും അത് വലിയ സംഘർഷവും പരസ്പരം ഏറ്റുമുട്ടുകയും കത്തിക്കുത്തിലേക്കും ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഏറ്റുമുട്ടലിലേക്കും എല്ലാം തന്നെ നീളുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പോലും രാത്രിയിലെ പോലീസ് പരിശോധനകൾ കാര്യക്ഷമമല്ല എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ശരി ജിജീഷ്. യെസ്, അപ്പോൾ യുവാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിൽ ഇത്തരം സംഭവങ്ങൾ തുടരുകയാണ് എന്നുള്ളതാണ്. നമ്മുടെ പോലീസിന്റെ സംവിധാനം ആഭ്യന്തര വകുപ്പ് കൃത്യമായ ഒരു നിരീക്ഷണം ഈ വിഷയത്തിൽ ഏർപ്പെടുത്തണം. പോലീസിനെ തന്നെ ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടുത്തിടയിൽ കൊച്ചിയിൽ. യെസ്.